ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പലർക്കും മനസ്സിലൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പലപ്പോഴായിട്ട് സമാധാനത്തിനും ആശ്വാസത്തിനും മറ്റു വഴികൾ തേടുന്നവരാണ്. പക്ഷേ ട്രൂലി ആശ്വാസം എന്നത് നമുക്ക് മറ്റൊരിടത്തു നിന്നും ലഭിക്കുന്ന ഒന്നല്ല. അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ ഹൃദയം ശാന്തമാകുന്നില്ലേ എന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൃദയം ശാന്തമാകാൻ നമുക്ക് ഇസ്ലാം പറഞ്ഞു തരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. 1. ഫജർ സമയത്ത് ഉണരുക. തീർച്ചയായും ഫജർ എന്നത് നിങ്ങളുടെ ആ ഒരു ദിവസത്തിൻ്റെ ആത്മീയ തുടക്കമാണ്. ഫജർ നമസ്കാരം ചെയ്യുന്നവർക്ക് ആ ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്രഷ്നെസ് ലഭിക്കും. നീ ഉണരുമ്പോൾ പറയുക, അൽഹംദുലില്ലാ, ഞാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നുവെന്ന്. ഇത് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു നന്ദി നിറയ്ക്കും. നന്ദി പറയുന്ന മനസ്സാണ് ഏറ്റവും ശാന്തമായ മനസ്സ്. 2. 5 സമയം നമസ്കാരം കൃത്യതയോടെ ചെയ്യുക. പലരും നമസ്കാരത്തെ ഒരു ബാധ്യതയായിട്ട് കാണുന്നു. പക്ഷേ നമസ്കാരം എന്നത് നമ്മളും അള്ളാഹുമായുള്ള ഒരു കൂടിച്ചേരലാണ്. ഓരോ സുജൂദിലും നീ പറയുക, യാ അല്ലാ, എൻ്റെ ഹൃദയം നീ ശാന്തമാക്കണമേ എന്ന്. ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലെങ്കിലും പറയുമ്പോൾ നിന്റെ അകത്തെ കുഴപ്പങ്ങൾ അത് അള്ളാഹു തന്നെ മാറ്റിത്തരും. 3. ഖുർആൻ പാരായണം നടത്തുക. ദിവസത്തിൽ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊരു മരുന്നാണ്. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഖുർആൻ മുഅ്മിനുകളുടെ ഹൃദയത്തിനുള്ള ശിഫയാണെന്ന്. പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ആയത്ത് പോലും ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയം തന്നെ മാറ്റും. 4. ദുആയും ദിക്റും പതിവാക്കുക. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ. ഈ വാക്കുകൾ ഓരോ ദിവസവും 100 പ്രാവശ്യമെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സസൈസ് പോലെ തോന്നാമെങ്കിലും ഇത് ട്രൂലി ഒരു സ്പിരിച്വൽ തെറാപ്പിയാണ്. നിന്റെ മനസ്സ് മുഴുവൻ അല്ലാഹു ആണെങ്കിൽ അവിടെ ഭയത്തിനോ വിഷാദത്തിനോ യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. 5. ഒറ്റയ്ക്കിരുന്ന് ആത്മപരിശോധന നടത്തുക. ഒരു 10 മിനിറ്റെങ്കിലും ദിവസത്തിൽ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. എൻ്റെ ലൈഫ് എവിടേക്ക് പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് നിങ്ങളോട് സ്വയം ചോദിക്കുക. ഇതാണ് ആത്മപരിശോധന. അള്ളാഹു നമ്മോട് ചോദിക്കും മുൻപ് നമ്മൾ സ്വയം നമ്മോട് ചോദിക്കുക. അതിൽ നിന്നാണ് മനസ്സിന് വ്യക്തതയും സമാധാനവും ലഭിക്കുന്നത്. 6. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. ഹൃദയത്തെ ശാന്തമാക്കാൻ മറ്റൊരാളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. ഒരു നല്ല വാക്ക് പറയുക, ഒരു പുഞ്ചിരി നൽകുക, ഒരു സഹായം ചെയ്യുക. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഒരു മുഅ്മിനിന്റെ മുഖത്ത് പുഞ്ചിരി കാണിക്കുന്നത് പോലും സ്വതക്കയാണെന്ന്. സ്വതക്ക നൽകുന്നവന്റെ ഹൃദയം ഒരിക്കലും ഭാരമുണ്ടാകില്ല. 7. രാത്രി ദുആ ചെയ്യുക. രാത്രി സമയം എല്ലാവരും ഉറങ്ങുമ്പോൾ നീ നിന്റെ ദുഃഖങ്ങൾ അള്ളാഹുവിനോട് പറയുക, യാ അല്ലാ, എനിക്കാരുമില്ല, നീയാണ് ആശ്രയമെന്ന്. അതിനുശേഷം നീ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഉറക്കത്തിലൂടെ നിന്റെ സമാധാനം നിന്നിലേക്ക് അള്ളാഹു ഇറക്കിത്തരും. 8. വിഷമങ്ങൾ വന്നാലും അൽഹംദുലില്ലാ പറയുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. കാരണം സന്തോഷം ലഭിച്ചാലും ദുഃഖം വന്നാലും അവൻ എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവനാണെന്ന്. വിഷമങ്ങൾ വന്നപ്പോൾ പോലും നിങ്ങൾ അൽഹംദുലില്ലാ പറയുകയാണെങ്കിൽ ഒരിക്കലും അള്ളാഹു നിന്റെ ഹൃദയം ഭാരമുള്ളതാക്കില്ല. 9. ലോകത്തിൽ അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ കാണുക. സൂര്യൻ, നക്ഷത്രങ്ങൾ, കാറ്റ്, മഴ, അങ്ങനെയെല്ലാം അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളാണ്. അവയെ നോക്കിയാൽ നിനക്ക് മനസ്സിലാകും നിന്നെ സൃഷ്ടിച്ചവൻ എത്ര കരുണയുള്ളവനാണെന്ന്. അതിൻ്റെ ഓർമ്മയിൽ നിങ്ങളുടെ മനസ്സ് തന്നെ നിറയും. 10. തൗബ. ദിവസേനയുള്ള ഹൃദയ ശുദ്ധീകരണം. ഓരോ ദിവസവും നിങ്ങൾ രാത്രി പറയുക, യാ അല്ലാ, ഞാൻ തെറ്റു ചെയ്തു, നീ ക്ഷമിക്കണമേ എന്ന്. ഇത് ആത്മാവിൻ്റെ ഡിറ്റോക്സ് ആണ്, ശുദ്ധീകരണമാണ്. തൗബ ഇല്ലാത്ത ഹൃദയം പൊടിപിടിച്ച കണ്ണാടി പോലെയാണ്. അതിലൊരിക്കലും വെളിച്ചം പ്രതിഫലിക്കില്ല. പക്ഷേ തൗബയിലൂടെ നമ്മുടെ ഹൃദയമെന്ന കണ്ണാടി വീണ്ടും തെളിയിക്കുക. ഫ്രണ്ട്സ്, ലൈഫിൽ നമുക്ക് വലിയൊരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൃദയശാന്തി
അത് നമ്മൾക്ക് മറ്റെവിടെ നിന്നും ലഭിക്കുന്ന ഒന്നല്ല. അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൽ തികച്ചും നീ നിന്നെ സമർപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയം ഉറച്ച സമാധാനം കണ്ടെത്തും. അള്ളാഹുവിൻ്റെ ഓർമ്മയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത്. നിങ്ങൾ ദിവസവും പ്രാർത്ഥന പതിവാക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റുന്നവനെ, എൻ്റെ ഹൃദയം നിന്റെ മതത്തിൽ ഉറപ്പിക്കണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.